ഗസ്റ്റുകളൊക്കെ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് പരിപാടി എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാകണം. ചുമ്മാ പരിപാടി അവതരിപ്പിക്കാൻ പറ്റത്തില്ല. 2025 പണ്ടെന്ന് പറഞ്ഞ വർഷങ്ങൾ പോകുന്ന അറിയത്തില്ല. നമ്മൾ ഭയങ്കര പാടാ, ഒരു ദിവസം പോകാൻ വലിയ പാടാ പണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പം 2025 ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഇന്ന് 12-ാം തീയതി എന്ന് പറഞ്ഞ ചൂട് പറഞ്ഞപ്പോഴത്തേക്ക് 12-ാം തീയതി അങ്ങായി. അപ്പൊ 2025 എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സുന്ദരിമാർ ഒത്തിരി പേര് കൂടെ വന്നിട്ടുണ്ട്. അവരെ കാണുവോ, നമ്മളെ കമന്റ് അടിക്കുവോ ഒന്നും ചെയ്യരുത്. ഇപ്പൊ അറിയാം, ഒന്ന് കമന്റ് അടിച്ച ആള് 18 കിലോമീറ്റർ നിർത്താതെ ഓടിയ ഒരു മനുഷ്യൻ ജയിൽ കണ്ടപ്പോ തല കറങ്ങി വീണു. അപ്പൊ അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പൊ അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ അമ്മാവനാണ്, ഇങ്ങനെയൊന്നും അറിയത്തില്ല, ഇങ്ങനെ തന്തവൈബാന്ന് പറഞ്ഞ് നമ്മളെ അങ്ങ് നശിപ്പിച്ച് വർത്താനം പറഞ്ഞുള്ളൂ. പക്ഷെ തന്തവൈബ് എന്ന് പറയുന്ന ആൾക്കാർ പണ്ടത്തെ കാര്യങ്ങൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ പറയുമ്പോൾ നീ എന്താ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നത്? അല്ലേട്ടാ, ചേട്ടൻ പറയുന്നത് എന്താന്ന് നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുവായിരുന്നു. ഇവിടെ വെളിയിൽ ആൾക്കാരൊക്കെ ഉണ്ടോ? ആരും ഒന്നും കാണാനും പോയി. ഞാനങ്ങോട്ട് ഇറങ്ങിട്ട് സംസാരിക്കാൻ വേണ്ടിയിരിക്കുവായിരുന്നു. വേറെ മൈക്കുണ്ടോ മോനെ? ഒരു മൈക്ക് ചേട്ടനൊരു കോൺഗ്രസ് മൈക്ക് കൊടുക്കോ? കോൺഗ്രസ് മൈക്ക് ഒരെണ്ണം കാണുമല്ലോ, പിടിച്ചത്. തൊപ്പിക്കാരൻ മൈക്കുമായിട്ട് ഇങ്ങനെ ഇപ്പോഴെന്താ പറഞ്ഞത്? തോറ്റ് തൊപ്പിട്ടേക്കുവാ. മനുഷ്യനെ തോപ്പിക്കാൻ വേണ്ടി വിളിച്ചിട്ട് എല്ലാരും എന്തുവരുന്ന പേരെന്തുവരുന്നു? സാറായിരുന്നോ? ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല സാറേ. ഓക്കെ, സന്തോഷം. എല്ലാരും ഉണ്ട്. നമ്മൾ പരിപാടി അടിപൊളിയാക്കും കേട്ടോ, ഗംഭീരമാക്കും. ചെങ്ങന്നൂരിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയല്ല, ഫെസ്റ്റിന് വന്നാൽ നമ്മളത് അടിപൊളിയാക്കും. ഇല്ല സാറേ, നമ്മൾ പരിപാടി അടിപൊളിയാക്കത്തില്ലേ സാർ? നമ്മുടെ ഇന്ത്യയില്ല. അപ്പൊ നമ്മൾ പരിപാടി ഗംഭീരമാക്കും. നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹന സപ്പോർട്ടും ഒക്കെ വേണം. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഇവര് പറയും തന്തവൈബാന്ന് പറയും. തന്തവൈബല്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പാട്ടും ഇപ്പോഴത്തെ പാട്ടും തമ്മിലുള്ള ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനന ഛായയിൽ അടുമയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ എന്ന് ചോദിച്ചാൽ പണ്ടത്തെ നായകന്മാര് ഭയങ്കര ഡീസന്റ് ആണ്. അവരപ്പോഴും മുണ്ടം കഴിച്ചിട്ട് അവര് പറയും പാട്ടില്ല പൊന്നുമോളെ പാടെ മറന്നൊന്നും ചെയ്ത് കൂടാ. അന്നത്തെ നായകന്മാര് ഡീസന്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ നായകന്മാർ അങ്ങനല്ല. നായിക ചോദിക്കും ഞാനും വരട്ടെ അടുമയ്ക്കൻ കാട്ടിനുള്ളിൽ. അപ്പൊ ഇപ്പോഴത്തെ നായകന്മാരെന്താ പറയുന്നത്? ഒരു പുന്നാരെ അടുമയ്ക്കൻ കാട്ടിനുള്ളിൽ. അതാണ് ഇപ്പോഴത്തെ നായകന്മാരുടെ ഒരു കാര്യങ്ങൾ പറഞ്ഞത്. പണ്ട് അങ്ങനല്ല. അപ്പൊ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ 2025 ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരുപാട് ഗസ്റ്റുകളും പരിപാടിയും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവർ ഓരോരുത്തരായിട്ട് നമുക്ക് വിളിക്കണം. വേറെ ആരൊക്കെ പരിപാടിക്കകത്ത് വന്നേക്കുന്നത് അത് പറ. വേറെ ആരൊക്കെ പരിപാടി? ഇത്രയും സുന്ദരിമായ സ്ത്രീകൾ വന്നിരിക്കുന്നത് കണ്ട? ഈ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അക്ഷരം എന്നറിയാമോ? സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അക്ഷരം എന്നറിയാമോ? സായാണ്. സായി തുടങ്ങുന്ന വാക്കാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഒന്ന് സാരി, ഒന്ന് സീരിയൽ, 3 സ്വർണം. ഈ 3 വാക്കുകളാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അറിയാമോ? അത് ശരിയാണല്ലോ. അത് ശരിയാണ്. പക്ഷേ ചേട്ടാ, ഈ സ്ത്രീകളെ എങ്ങനെ അടച്ചങ്ങാശിപ്പിക്കില്ലേ? 10 മാസം നമ്മള് എല്ലാവരും ഈ നിൽക്കുന്ന ഓരോ മനുഷ്യരെ 10 മാസം വയറ്റി ചുമന്ന ആൾക്കാരാണ് ഈ സ്ത്രീകൾ. നിറവറായിട്ട് നടക്കുന്നവരാണ്. അത് തന്നെ സത്യമാണ് കേട്ടോ. 10 മാസം നിറവറായിട്ട് നടക്കുന്നവരാണ് സ്ത്രീകൾ. പക്ഷെ അവർ 10 മാസം നടക്കുന്നുള്ളൂ. ഈ ജീവിതകാലം മൊത്തം കുടവറായിട്ട് നടക്കുന്ന ആണുങ്ങളെ പറ്റി ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ആരും ചിന്തിക്കുന്നില്ല. അപ്പൊ ഞാൻ അതാ ചോദിക്കുന്ന, പരിപാടി ഇങ്ങനെ പോയ പറ്റത്തില്ല. കൂടുതൽ ഗസ്റ്റുകളുണ്ട്. ആ ഗസ്റ്റുകൾ ആരൊക്കെയാ? ഭാഗവന്തിനി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അന്ന് അവരെ കാണിക്കും. ഭാഗവന്തിനി വരട്ടെ. ഇതുവരെ വന്നില്ലല്ലോ, ഭാഗവന്തിനി വന്നില്ലല്ലോ. അത് കാണിച്ച് LED ഇല്ലേ ഇതിനകത്ത്?